ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടോസ്റ്റി. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അറബിക് സ്വീറ്റ് ആയിട്ടുള്ള ബസ്ബൂസാണ്. ഉണ്ടാക്കാൻ വളരെ സിമ്പിളും അതേപോലെ തന്നെ കഴിക്കാൻ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സ്വീറ്റാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ ബസ്ബൂസ് ഉണ്ടാക്കാൻ ആദ്യം ഞാനൊരു ട്രേയിലോട്ട് അല്പം മെൽറ്റഡ് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലോട്ട് ഒരു മുട്ട ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയും ചേർത്ത് ഇതേപോലെ ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ഇനി ചേർക്കേണ്ടത് ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ, ഒരു കപ്പ് അധികം പുളിയില്ലാത്ത തൈരും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു കപ്പ് റവ, ഒരു കപ്പ് മൈദ, ഒരു കപ്പ് തേങ്ങ ചിരകിയത്, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു ടീസ്പൂൺ വാനില എസൻസ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അളവുകളെല്ലാം കറക്റ്റായാലും നമ്മുടെ ബസ്ബൂസ് പെർഫെക്റ്റായി കിട്ടുകയുള്ളൂ കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ട്രേയിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതേ ഞാൻ ഓവൻ ഒന്ന് 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. മുകളിലും താഴെയും ചൂടെത്തും രീതിയിലാണ് ഞാൻ കോയിലൊക്കെ സെറ്റ് ചെയ്തത്. ബസ്ബൂസ് ബേക്ക് ചെയ്യാൻ വേണ്ടി ട്രാക്ക് നടുവിൽ തന്നെ സെറ്റ് ചെയ്യുക. ഇനി നമുക്ക് ട്രേ ഓവനിലോട്ട് വെക്കാം. ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിനായി ഞാനൊരു സോസ് പാനിലോട്ട് ഒരു കപ്പ് പഞ്ചസാരയും ഒരു കപ്പ് വെള്ളം, അതിലോട്ട് കുറച്ച് നാരങ്ങാനീരും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് പഞ്ചസാരയൊക്കെ അതിൽ ഡിസോൾവ് ആയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായി നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് നമ്മുടെ ബസ്ബൂസ നല്ലപോലെ ബേക്കായി മുകൾ ഭാഗമൊക്കെ ബ്രൗൺ ഷെയ്ഡിലാണ്. ഇനി അതിൻ്റെ മുകളിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച പഞ്ചസാര പാനി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും പഞ്ചസാര പാനി അതിലോട്ട് ചേർന്ന് സെറ്റാകും. ഇനി ഇത് സ്ക്വയർ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോവുമായി വരുന്നവരേക്കും ബൈ.